ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക് അവൽ കൊണ്ടൊരു പക്കാവടയാണ്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അവൽ, ചുമന്ന അവലാണ് എടുത്തത്. അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ആ വെള്ളം വറുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂണ് കടലമാവാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില, സബോള ഒക്കെയാണ്. പിന്നെ പൊടികൾ എന്ന് പറഞ്ഞാൽ 1 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് കായപ്പൊടി. അപ്പോൾ ഈ നനഞ്ഞ അവലിൻ്റെ ആ വെള്ളത്തിൽ തന്നെയാണ്, അതിൽ വെള്ളമൊന്നുമില്ല, നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞതാണ്. പക്ഷെ ആ നനവിൽ തന്നെയാണ് ഞാനിതൊക്കെ ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്കിനി വെള്ളം ആവശ്യമെന്ന് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആവശ്യമുള്ളൂ. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പക്കാവടയാണ്. നമ്മൾ സാധാരണ കടലമാവ് ഉപയോഗിച്ചാണ് സാധാരണ പക്കാവട. ഇത് അവൽ ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ചുമന്ന അവൽ, അതിൽ B12 ഇതൊക്കെ ഉള്ളതാണല്ലോ. നമ്മളിപ്പോൾ അവർക്ക് അവലൊക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത് ഇടയ്ക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ അങ്ങനെ കഴിച്ചോളും അത്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നിങ്ങനെ നുള്ളിയിടാൻ പാകത്തിലാണ് ഇതിൻ്റെ അളവ്. നമുക്കിങ്ങനെ പൊട്ടിച്ച് ഓരോ ചെറിയ ഇതായിട്ട് എടുക്കാൻ പറ്റണം. അങ്ങനെയാണ് ഈ വെള്ളത്തിൻ്റെ അളവ്. വളരെ കുഴഞ്ഞു ഇതായാൽ പറ്റില്ല. അപ്പോൾ ഇത് മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഓരോ ചെറിയ പീസുകൾ, ഇതിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട, ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൈ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴുകിയെടുക്കാം. അതന്നെ അതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സിങ്ക് ഉണ്ടെങ്കിൽ അതിൽ കഴിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം അവലൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവും. കുറച്ച് കടലമാവ് ഇതൊക്കെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഈവനിങ് സ്നാക്ക് പെട്ടെന്ന് എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ചെന്നാലും കുഴപ്പമില്ല എന്നുള്ള പോലെയുള്ള ഇത് ഒരു സ്നാക്കാണ് ഈ അവൽ കൊണ്ടുള്ള പക്കാവട. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. നല്ല മൊരുവരാന്ന് വരും, കരുകരാന്ന് കടിക്കണം. അങ്ങനെയുള്ള ഒരു പരുവത്തിൽ അത് കോരിയെടുത്തിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഒരു 2-3 തവണയായിട്ട് എനിക്ക് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഒരു 2 തവണ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി എനിക്കൊരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ കടിക്കാനിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് നല്ല രസമാണ്. അപ്പോൾ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം നല്ല എരിവുണ്ടാവും. അപ്പോൾ ചായക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും. പക്കാവടയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എരിവാണല്ലോ, എനിക്കിഷ്ടമാണ് അത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് വലിയ ഇഷ്ടമാണ്, അപ്പൂനും ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ലാസ്റ്റത്തെ സ്റ്റെപ്പായി വരുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പക്കാവട റെഡിയായി. ഉണ്ടോ, ഇതാണ് നമ്മൾ വളരെ ഹെൽത്തിയാക്കി ഉണ്ടാക്കിയ പക്കാവട. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികളൊക്കെ ഓടി വന്ന് സ്കൂളിൽ നിന്ന് വേഗം കഴിച്ചോളും.